ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് സൂര്യ. അവന്റെ കയ്യിൽ തൂങ്ങി നിർത്താത്ത ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് ലച്ചുണ്ട്. ലച്ചുവിന്റെ കുറുമ്പ് നിറഞ്ഞ സംസാരം കേട്ട് ചുണ്ടിൽ സ്വതവേയുള്ള പുഞ്ചിരിയുമായി സൂര്യ മുന്നോട്ട് ചുവടുകൾ വെച്ചു. അപ്പോഴാണ് അവർക്കടുത്തേക്ക് ചിത്രയും മീരയും കൂടി ഓടി വന്നത്. എടി ലച്ചു, നീ അറിഞ്ഞോ, നമ്മുടെ ചന്തുവിന്റെ കല്യാണം ഉറപ്പിച്ചു. മീര ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത് കേട്ട് ലച്ചുവിന്റെ മുഖത്ത് ചിരി മാഞ്ഞു. ലച്ചുവിന്റെ മുഖം വാടുന്നത് കണ്ട കാര്യമൊന്നും മനസ്സിലാക്കാതെ സൂര്യ അവരെല്ലാവരെയും മാറി മാറി നോക്കി. എന്നിട്ട് ചന്തു സമ്മതിച്ചോ? ലച്ചു മനസ്സിൽ തോന്നിയ അവസാനത്തെ പ്രതീക്ഷയോടെ ചോദിച്ചു. ആ, സമ്മതിച്ചു. പാവം, അവളുടെ അച്ഛന് വയ്യല്ലോ. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായി കല്യാണം എന്നൊക്കെ പറഞ്ഞ് കുറെ കരഞ്ഞു. ചിത്ര അല്പം സങ്കടത്തോടെ പറഞ്ഞു. നിങ്ങൾ എപ്പോഴാ അവളെ കണ്ടേ? അവൾ ഇവിടെ അമ്പലക്കുളക്കടവിൽ ഇരിക്കുക. ഞങ്ങളെ കണ്ടിട്ട് പഴയ പോലെ മിണ്ടുന്നൊന്നുമില്ല. മീര അങ്ങനെ പറഞ്ഞതും ലച്ചു സൂര്യ ഒന്ന് നോക്കി. ഏട്ടാ, ഞാൻ ഇവിടെ കൂടെ പൊക്കോട്ടെ? അവളുടെ ചോദ്യം കേട്ട് സൂര്യ ബാക്കിയുള്ളതുങ്ങളുടെ മുഖത്തേക്ക് നോക്കി. എല്ലാത്തിൻ്റെയും മുഖം കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് സൂര്യക്ക് മനസ്സിലായി. വേഗം വരണം, അപ്പോഴേക്ക് ഞാൻ തൊഴുതു വരാം. സൂര്യ സമ്മതിച്ചതും ലച്ചു കൂട്ടുകാരികളെയും കൂട്ടി കുളപ്പടവിലേക്ക് ഓടി. സൂര്യ പതിയെ അമ്പലത്തിലേക്ക് പ്രവേശിച്ചു. തിളങ്ങി നിൽക്കുന്ന ദേവീ വിഗ്രഹത്തെ നോക്കി അവൻ കൈകൂപ്പി. ഒന്ന് വലം വെച്ച് തൊഴുതുകൊണ്ട് സൂര്യ പതിയെ കുളത്തിന്റെ പിറകുവശത്തേക്ക് നടന്നു. അവിടെ ഇങ്ങനെ അധികം ആരും വരാറില്ല. കുറച്ച് മുൻപോട്ട് നടന്നതും തലേന്ന് പെയ്ത മഴയിൽ തെന്നിക്കിടന്ന കുളപ്പടവിൽ കാല് വീഴ്ത്തി സൂര്യ ഒന്ന് മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് അവനെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. അവൻ വീഴുന്നതോടൊപ്പം തന്നെ വേറെ എന്തോ സാധനത്തിനെയും കൂടി തട്ടിമറിച്ചിട്ട് കൊണ്ട് രണ്ടും കൂടി കുളത്തിലേക്ക് വീണു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെടാണ് ചന്തൊന്ന് അമ്പലത്തിലേക്ക് വന്നത്. സാധാരണ കൂട്ടുകാരോടൊപ്പം കുളത്തിന്റെ മുൻഭാഗത്താണ് ഇരിക്കാറ്. ഇന്നെന്തോ ആരുടെയും ശല്യമില്ലാതെ ഒറ്റക്കുറച്ച് സമയം ഇരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് കുളത്തിന്റെ പിറകുവശത്തേക്ക് പോകുന്നത്. അല്പം നനഞ്ഞ പടവിൽ നിന്ന് അവൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. പെട്ടെന്നാണ് എന്തോ ഒരു സാധനം ഉരുണ്ടു വന്ന് അവളെയും മറച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് വീണത്. വെള്ളത്തിൽ മുങ്ങിയതും ചന്ത് ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ അവളുടെ ഇടുപ്പിൽ ആരോ പിടിച്ചുകൊണ്ട് അവളുമായി വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി. ചന്ത് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് കണ്ണുകൾ പതിയെ തുറന്നു. അവളുടെ മിഴികൾ ഒരു നിമിഷം വിടർന്നു പോയി. പീരികൾ തിങ്ങി നിറഞ്ഞ കറുത്ത ഗോലി പോലെയുള്ള ശാന്തമായ മിഴികൾ, കട്ടത്താടിയും മീശയും തോളോടൊപ്പം നീട്ടി വളർത്തിയ മുടിയും, അവയിലൂടെ വെള്ളം പതിയെ ഒഴുകിയിറങ്ങുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ചന്തം തോന്നി അവൾക്ക്. അവന്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്തേക്ക് പതിഞ്ഞതും ഞെട്ടിലോടെ ചന്തു അവനിൽ നിന്നും മിഴികൾ മാറ്റി. ഛേ, ഞാൻ ഇത്രയും നേരം ഇയാളെ വായി നോക്കുമായിരുന്നോ? പാടില്ല ചന്തു, നീ വളരെ ബോൾഡാണ്. പ്രതികരിക്കും മകളെ. സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവൾ അവനൊന്ന് നോക്കി. നിമിഷ നേരം കൊണ്ട് തന്നെ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് കയറി. ഡോ! അവൾ കൈവീശി അവന്റെ തോളിലൊരു അടി വെച്ച് കൊടുത്തുകൊണ്ട് വിളിച്ചു. അവളുടെ അലർച്ചയും തോളിൽ കിട്ടിയ അടിയും കൂടിയായതും സൂര്യ പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് അകന്നു മാറി. വൃത്തി കെട്ടവനെ, താനെന്താടോ പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ? കോരങ്ങൻ ഒരവസരം കിട്ടിയപ്പോ കയറി പിടിച്ചിരിക്കുന്നു, തെണ്ടി. അവളുടെ രൂപവും ഭാവമൊക്കെ കണ്ട് സൂര്യാകെ വല്ലാതായി. താനിക്ക് എന്താടോ കണ്ണ് കാണില്ലേ? മര്യാദക്ക് അവിടെ ഇരുന്ന് എന്നെ തട്ടിമറിച്ച് വെള്ളത്തിലിരിക്കുന്നു. ആ നോട്ടം കണ്ടില്ലേ, വൃത്തി കെട്ടവൻ. അവളുടെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ട് സൂര്യ അവളെ ദയനീയമായി നോക്കി. സോറി, ഞാൻ അറിയാതൊന്നുമല്ല. താൻ വേണമെന്ന് വെച്ച് തന്നെ ചെയ്തതാ. നോക്കുന്ന കണ്ടില്ലേ, ഉണ്ട കണ്ണൻ. ആടെ തന്നെ കാരണം ഞാൻ പോകും. തനിക്ക് അറിയില്ല എന്നെ. നിന്നെ കൂടല്ലോ നല്ല മടല് വെട്ടി അടിക്കണം. അവളുടെ സംസാരം കേട്ട് സൂര്യാകെ അസ്വസ്ഥനായി. മാറി നിൽക്കണോ അങ്ങോട്ട്, ഇങ്ങനെയും കുറെ വായി നോക്കിലുണ്ട്. അവളുടെ വർത്താനം കേട്ട് സൂര്യയുടെ മുഖം ചുളിഞ്ഞു. വായി നോക്കിയോ താനോ എന്ന മട്ടിൽ അവൻ അവളൊന്ന് മിഴിച്ചു നോക്കി. അടുത്ത നിമിഷം അവൻ അവളിൽ നിന്നും വെപ്രാളത്തോടെ കണ്ണു മാറ്റി. ആകെ നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളായതുകൊണ്ട് തന്നെ അവളുടെ ഉടലഴകിനെയെല്ലാം പുറമേ എടുത്ത് കാണിക്കുന്നുണ്ട്. സത്യമായി അറിയാതെ പറ്റിയതാ. അവളുടെ കോലം കണ്ട് അവൻ വെപ്രാളത്തോടെ പറഞ്ഞു. അതിനവൾ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി. സത്യം പറഞ്ഞ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അവൾക്ക് ആദ്യം ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ അവന്റെ ശാന്തത കണ്ടതും അവളിൽ അല്പം ധൈര്യം നിറഞ്ഞു. കുട്ടി, ദേ ആ പടവിൽ കിടക്കുന്ന ഷർട്ട് ധരിച്ചോളൂ. ഈ കോലത്തിൽ പുറത്തേക്ക് പോണ്ട. സൂര്യ അവളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതും ചന്തു 2-3 പടികൾക്ക് മുകളിൽ കിടക്കുന്ന ഷർട്ടിലേക്ക് നോട്ടം വായിച്ചു. അത് അമ്മൻ്റേതാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവനെ നോക്കിയൊന്ന് അമർത്തി മൂളിയിട്ട് അവൾ വേഗം നിന്ന് ഷർട്ട് ധരിച്ചു. ഇനി തന്നെ എന്നെ കൺമുമ്പിൽ എങ്ങനെ കണ്ട? അവനെ നോക്കി ചൂണ്ടുവിരൽ ഉയർത്തിയെടുത്ത് ആക്കിയതുപോലെ അവൾ പറഞ്ഞതും അവനില്ലെന്ന പോലെ തലയാട്ടി കാണിച്ചു. ഒന്ന് അമർത്തി മൂളിയിട്ട് അവൾ അവിടെ നിന്ന് പോയി. സൂര്യാകെ അന്തം വിട്ട് നിൽക്കുവാണ്. അവൾ അവിടെ നിന്ന് പോയെന്ന് ഉറപ്പായതും അവന്റെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിടുന്നു. കില്ലാടി, അവൻ പതിയെ മൊഴിഞ്ഞു. ചന്തുവിനെ തപ്പി നടക്കുകയായിരുന്നു ലച്ചുവും കൂട്ടരും. എത്ര തിരഞ്ഞിട്ടും അവളോടെങ്ങും കാണാതെയായതും പെണ്ണ് തിരികെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അവൾ തീരുമാനിച്ചു. ഇതേ സമയം സൂര്യയുടെ ഷർട്ടും ഇട്ടുകൊണ്ട് അവൾ അമ്പലത്തിന്റെ പിറവശത്തോടുകൂടി വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് ഓടി.
പോകുമ്പോഴേ അവൻ സൂര്യയെക്കുറിച്ച് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ലച്ചു ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അപ്പോഴാണ് അണ്ടർ ബനിയനും മുണ്ടും മാത്രം ധരിച്ച് മൊത്തത്തിൽ നനഞ്ഞു കുളിച്ച് ആൽമര ചുവട്ടിലിരിക്കുന്ന തന്റെ ഏടനെ അവൾ കണ്ടത്. അവന്റെ കോലം കണ്ട് ലച്ചുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയി. ഏടനെന്ത് ഈ കോലത്തില്? എന്റെ ഷർട്ട് എന്തേ? ലച്ചു സൂര്യക്കടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചതും അവൻ അവളെ നോക്കി വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. ഈ ഏടനെ എന്ത് ചോദിച്ചാലും ഇങ്ങനെ അങ്ങ് ചിരിച്ച് മയക്കിയാൽ മതിയല്ലോ. ഞാൻ ആ കുളത്തിലൊന്ന് വീണതാടി, വേറൊന്നുമില്ല. യോ, എന്നിട്ടെന്തിലും പറ്റിയോ? അവൾ ആദ്യയോടെ ചോദിച്ചു. എനിക്കെന്ത് പറ്റാൻ? അവൻ വളരെ നിസ്സാരമായി പറയുന്നത് കേട്ട് ലച്ചുവിന്റെ മുഖം ചുളിഞ്ഞു. അല്ല, ഏട്ടനതിന് നീന്തൽ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ അത്രയും ആളുകളെ കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? അത് ശരി, അപ്പൊ ഞാൻ നിനക്ക് രക്ഷപ്പെടുന്നതല്ലേ പ്രശ്നം? സൂര്യ അവളെ കള്ളപ്പണക്കത്തോടെ നോക്കി. ഏയ് സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നല്ലൊരു എളിയോടെ അവൾ പറഞ്ഞതും അവനും ചിരിച്ചു പോയി. ശരി ശരി, നീ വാ, എനിക്കിങ്ങനെ ഇരുന്നിട്ട് തണുക്കുന്നു. ലച്ചു വേഗം അവളുടെ താവണിത്തുമ്പ് കൊണ്ട് അവന്റെ തല നന്നായി തുടച്ചു കൊടുത്തു. ഇനി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം, ഇല്ലെങ്കിൽ അമ്മ ചൂരിലെടുക്കുവേ. അവനവളുടെ തലക്കിട്ടൊന്ന് മേടിയിട്ട് അവളെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു. 2-3 വട്ടം വിളിച്ചിട്ടും കല്ലുവിന്റെ അനക്കമൊന്നുമില്ലാതെ വന്നതും മഹിമ തിരികെ നടക്കാനൊരുങ്ങി. അപ്പോൾ തന്നെ കല്ലു വന്ന് വാതിൽ തുറക്കുകയും ചെയ്തു. അവളെ കണ്ടതും മഹിമയുടെ മുഖമൊന്ന് തെളിഞ്ഞു. എന്റെ കൊച്ചെ, നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? മഹിമ അല്പം പരാതിയോടെ പറഞ്ഞു. ഞാനും ഇറങ്ങിപ്പോയി. കല്ല് പേടിയോടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിന്നെ കൂട്ടി വിളിക്കാൻ വന്നതാ. ഇനിയിപ്പോ നീ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും വൈകില്ലേ? ആ ശരിയാ, ഞാൻ വൈകും, ചേച്ചി പോയിക്കോ. ഇനിയിപ്പോ അതല്ലേ പറ്റൂ. മഹിമ പതിയെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് പിറകിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളിൽ പരിഭ്രമം നിറഞ്ഞു. അവളെ ചുട്ടരിക്കാൻ പാകത്തിൽ നോക്കി നിൽക്കുകയാണ് ദേവൻ. കഴിഞ്ഞോ നിന്റെ സർക്കിട്ട്? അവന്റെ ചോദ്യത്തിൽ അവളൊന്ന് വിറച്ചു പോയി. ഞാൻ അമ്പലത്തില്. അവള് പറയുന്നത് കേട്ട് ദേവൻ തന്റെ ശ്വാസം ഒന്ന് എടുത്തു വിട്ടു. നോക്കു മഹിമ, ഈ സമയത്ത് ഊരു ചുറ്റുന്നതിൽ തനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. നിന്റെ വയറ്റിൽ കിടക്കുന്നത് എന്റെ ജീവനാണ്. ദേവന്റെ വാക്കുകൾ മുറുകിയപ്പോൾ മഹിമ പതിയെ തലതാഴ്ത്തി. കൂടുതൽ നിന്ന് താളം ചവിട്ടാ വീട്ടിൽ പോകാൻ നോക്ക്. അവൻ പറഞ്ഞതും അവൾ തലകുലുക്കിക്കൊണ്ട് വേഗം മുന്നോട്ട് നടന്നു. അവൾ പോകുന്നത് കണ്ടതും കല്ല് വേഗം അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. നീ എന്താടി ഒന്ന് തിന്നത്തില്ലേ? ആകെ മേലിഞ്ഞു തുടങ്ങി. അവളെ ഒന്ന് അടിമുടി ഒടിഞ്ഞു നോക്കി ജിത്ത് ചോദിച്ചതും കല്ലു ആകെ വിറച്ചു പോയി. എന്തായാലും നീ ഇങ്ങ് അടുത്ത് വാ, ഞാൻ സ്നേഹിക്കട്ടെ എന്റെ കുഞ്ഞിനെ. അവന്റെ ക്രൂരത നിറഞ്ഞ മിഴികൾ അവളിലാകെ ഒന്ന് അലഞ്ഞതും അവളാകെ വിറച്ചു പോയി. ചുണ്ടുകൾ വിരുമ്പി അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി. ബാനു ലച്ചുവിനും സൂര്യക്കും നാരായണനും കഞ്ഞി വിളമ്പി. സൂര്യ ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും കൂട്ടി കഞ്ഞി ആസ്വദിച്ചു കുടിച്ചു. മോളെ ലച്ചു, നമുക്ക് എന്ന് തന്നെ വേണുവിന്റെ വീട് വന്ന് പോയാലോ? ബാനു ലച്ചുവിനോട് ചോദിച്ചതും പെട്ടെന്ന് അവൾ കഴിപ്പ് നിർത്തി തന്റെ അമ്മയൊന്ന് നോക്കി. സൂര്യ തന്റെ അമ്മയെ എന്താന്ന മട്ടിൽ നോക്കി കൂടെ തന്നെ അച്ഛനെയും. ചന്തുമോളെ നമുക്ക് തരുമെന്ന് ചോദിക്കാൻ ഇനിയും വൈകിക്കുന്നത് എന്തിനാ? ബാനു നാരായണനെ നോക്കി പ്രതീക്ഷയോടെ ചോദിച്ചു. ഇത് കേട്ടതും സൂര്യ മുൻപിലിരിക്കുന്ന കഞ്ഞിയിൽ വെറുതെ സ്പൂൺ കൊണ്ട് ഇളക്കി. അവന്റെ മുഖമാകെ വല്ലാതിരിക്കുന്നത് കണ്ട് നാരായണൻ തന്റെ ഭാര്യ ഒന്ന് നോക്കി. വേണ്ടമ്മേ, ഇനി പോയിട്ട് കാര്യമില്ല, അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഈ മാസത്തിനെ കാണുന്ന തോന്നുന്നത്. ലച്ചു സങ്കടത്തോടെ പറഞ്ഞത് ബാനുവിന്റെ മുഖം വാങ്ങി. സൂര്യ തന്റെ അമ്മയെ ഒന്ന് മുഖമൊയ്ത്ത് നോക്കി. നാരായണനും എന്തോ വല്ലാതെയായി. മനസ്സുകൊണ്ട് തന്റെ മകന്റെ വിവാഹം അയാളും ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്താ ഇത്ര പെട്ടെന്ന്? ബാനു ആകെ സങ്കടത്തോടെ ചോദിച്ചു. അവളുടെ അച്ഛന് വയ്യല്ലോ, പുള്ളിക്ക് ആകെ പേടി. താൻ മരിച്ചു പോയാ അവൾ ആരും നോക്കുന്നു. അതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ലച്ചു സങ്കടത്തോടെ പറഞ്ഞു. പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല. ഇതേ സമയം ചന്തു കുളിച്ച് വൃത്തിയായി അവൾ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി വേറെയിട്ടു. അവൾ പതിയെ കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇട്ടിരിക്കുന്ന ടോപ്പ് അല്പം ഉയർത്തി. ചുവന്നു തിണർത്ത 5 വിരൽപ്പാടുകൾ തന്റെ ഇടുപ്പിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ട് ചന്തുവിന്റെ ചുണ്ടുകൾ കൂർത്തു വന്നു. അവൾ ദേഷ്യത്തോടെ ബെഡിൽ കിടക്കുന്ന സൂര്യയുടെ ഷർട്ടിലേക്ക് നോക്കി. തെണ്ടി, നിന്നെ ഞാൻ കൊല്ലട കാല. എന്തൊരു പിടിയാ നീ പിടിച്ചേ? എനിക്ക് നന്നായിട്ട് നോന്തു. സൂര്യയുടെ ഷർട്ട് പിടിച്ച് ചന്തു പരാതി പറഞ്ഞു. അവൾക്ക് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നതും അറിയാതൊരു കുഞ്ഞു ചിരി അവളിൽ വിരിഞ്ഞു. എന്നാൽ എന്ത് പാവട താൻ? ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? സത്യം പറയാലോ, ഇത്രയും ധൈര്യത്തോടെ ഞാൻ ഇതിനു മുമ്പ് വേറെ ആരും ചീത്ത പറഞ്ഞിട്ടില്ല. ചെറു ചിരിയോടെ അവൾ പറഞ്ഞതും പെട്ടെന്ന് ആകാശത്തൊരു ഇടിമുടി. അയ്യോ മഴ! ആ ഷർട്ട് ബെഡിലേക്ക് തന്നെ ഇട്ട് അവൾ വേഗം പുറത്തേക്ക് ഓടി. മുറ്റത്തെ അയലിൽ കിടന്ന തുണികളൊക്കെ നനയാതെ വേഗം എടുത്തുകൊണ്ട് തിരികെ വന്നു.